ശരി, എന്തായാലും സുപ്രധാനമായ ഒരു കേസിലാണ് ഇപ്പോൾ വിധി ഉണ്ടായിരിക്കുന്നത്. ഹൈക്കോടതിയിൽ നിന്നും തൃപ്പൂണിത്തുറ തെരഞ്ഞെടുപ്പ് കേസിലാണ് UDF സ്ഥാനാർത്ഥി കെ ബാബുവിന് അനുകൂലമായ ഹൈക്കോടതി വിധി ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. 3 വർഷം നീണ്ട നിയമ പോരാട്ടത്തിനൊടുവിലാണ് ഇപ്പോൾ ഹൈക്കോടതിയിൽ നിന്നും അനുകൂല വിധി കെ ബാബു സമ്പാദിക്കുന്നത്. അപ്പം പരാതിക്കാരായ എം സ്വരാജ് അപ്പീലുമായി മുന്നോട്ട് പോകും എന്ന് ഇപ്പോൾ 24-നെ അറിയിച്ചിട്ടുണ്ട്. വിധി പഠിച്ച ശേഷമായിരിക്കും വക്കീലുമായി ആലോചിച്ച് ആ തീരുമാനമെടുക്കുക എന്ന് പറയുന്നു. പക്ഷേ അതേസമയം നേരത്തെ ഉന്നയിച്ച ആരോപണങ്ങൾ, ആ പരാതികൾ അതുപോലെ നിൽക്കുന്നുണ്ട്. അതിൽ താൻ ഉറച്ചു നിൽക്കുന്നു എന്നുകൂടി എം സ്വരാജ് പറയുന്നുണ്ട്. നേരത്തെ തന്നെ ഇലക്ഷൻ കമ്മീഷനെ ഉൾപ്പെടെ ബോധ്യപ്പെടുത്തിയ കാര്യം. പക്ഷേ കോടതിയിൽ എന്തുകൊണ്ടത് അനുകൂലമായി വന്നില്ല എന്നത് പഠിക്കേണ്ടതുണ്ട്. പക്ഷേ ഇത് തെറ്റായ സന്ദേശം നൽകുന്ന, സമൂഹത്തിന് തെറ്റായ സന്ദേശം നൽകുന്ന ഒരു വിധിയാണ് എന്നുകൂടി പരാതിക്കാരനായ LDF സ്ഥാനാർത്ഥി എം സ്വരാജ് പറയുകയായിരുന്നു. ഇപ്പോൾ കെ ബാബുവിൻ്റെ ക്യാമ്പിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് നമ്മൾ പ്രേക്ഷകർ കാണുന്നത്. അവിടെ വലിയ ആഘോഷമുണ്ട്. കഴിഞ്ഞ 3 വർഷമായി നടക്കുന്ന നിയമ പോരാട്ടം, അതിനൊടുവിൽ ഇപ്പോൾ ഹൈക്കോടതിയിൽ നിന്നും അനുകൂല വിധി സമ്പാദിച്ചിരിക്കുന്നു കെ ബാബു. അങ്ങനെയെങ്കിൽ MLA ആയി കെ ബാബുവിന് തുടരാനും സാധിക്കും. ആ രീതിയിൽ വലിയ ആശ്വാസം ആ ക്യാമ്പിന് ഒന്നാകെ, UDF ക്യാമ്പിന് ഒന്നാകെ ഉണ്ടാകുന്നുണ്ട്. വിനീത VG നൽകും മറ്റു വിശദാംശങ്ങൾ. വിനീത, വിധി വന്ന ശേഷം അപ്പം തന്നെ കെ ബാബുവിന്റെ പ്രതികരണവും വന്നു. ഇത് ആശ്വാസ വിധിയാണ്, എന്താണ് നടന്നത് എന്ന് കൃത്യമായി കോടതിക്ക് ബോധ്യപ്പെട്ടിരിക്കുന്നു. ഇത് ജനാധിപത്യത്തിന്റെ വിജയം എന്നുകൂടി പറയും. തെറ്റായി ഉണ്ടാക്കപ്പെട്ടൊരു കേസിലാണ് ഇപ്പോൾ ഈ വിധി ഉണ്ടായത് എന്നുകൂടി കെ ബാബു പറയുകയായിരുന്നു. എന്താണ് ക്യാമ്പിലെ മറ്റു പ്രതികരണങ്ങൾ? അവിടുത്തെ ഒരു ആംബിയൻസ് എന്താണ്? തീർച്ചയായും നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നത് പോലെ തന്നെ അവിടെ വലിയൊരു ആഘോഷം തന്നെയാണ്, വലിയൊരു സന്തോഷം തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അദ്ദേഹം മധുരം കഴിച്ചുകൊണ്ട് ആ സന്തോഷം പ്രവർത്തകർക്കൊപ്പം പങ്കുവയ്ക്കുകയാണല്ലേ? അതെ അതെ, തീർച്ചയായിട്ടും. ഇതൊരു കഴിഞ്ഞ 3 വർഷമായിട്ട് അലട്ടിക്കൊണ്ടിരുന്ന ഒരു വിഷയമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് അതിൽ നിന്നൊരു റിലീഫ് കിട്ടുകയല്ലേ. സത്യം ഇങ്ങനെയാവും എന്ന് പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു? അല്ല, കോടതി സത്യം കണ്ടെത്തുമെന്ന് പ്രതീക്ഷയുണ്ടായിരുന്നു. തെരഞ്ഞെടുപ്പ് കൂടി വരുന്നൊരു പശ്ചാത്തലത്തിൽ ഈ വിധി പ്രവർത്തകർക്കൊക്കെ കൂടുതൽ ഊർജ്ജം പകരുമെന്നാണ് നേരത്തെ. ഇത് കേരളം മുഴുവനുള്ള UDF പ്രവർത്തകർക്ക് വലിയ ആത്മവിശ്വാസം പകരുന്ന ഒരു വിധിയാണ് തീർച്ചയായിട്ടും ഈ ഘട്ടത്തിലായതുകൊണ്ട്. ഇപ്പോൾ എം സ്വരാജിന്റെ ഒരു പ്രതികരണം വന്നിട്ടുണ്ട്. അത് വിചിത്ര വിധി എന്നാണ് എം സ്വരാജ് പ്രതികരിച്ചത്. അല്ല, അതിപ്പോൾ തെരഞ്ഞെടുപ്പ് ഫലം വന്നപ്പോഴും അവർ പറഞ്ഞത് BJPയുടെ പിന്തുണയിലുള്ള വിജയം എന്നാണ്. അവർക്ക് ഒരിക്കലും ഇത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റിയിട്ട് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. അവർക്ക് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് ശേഷം ഇത് ഒട്ടും ഉൾക്കൊള്ളാൻ പറ്റിയില്ല. അപ്പോൾ അതുകൊണ്ട് ആദ്യം BJPയുടെ വോട്ട് കൊണ്ടാണ് ജയിച്ചതെന്ന് പ്രചരണം നടത്തി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള എല്ലാവരും. ഈ വിധിക്കെതിരെ എം സ്വരാജ് സുപ്രീം കോടതിയെ സമീപിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. നാച്ചുറലായിട്ടും ഞങ്ങളതിനെ അഭിമുഖീകരിക്കും, തീർച്ചയായിട്ടും അഭിമുഖീകരിക്കും. നിലവിൽ സന്തോഷമാണ്, നിലവിലൊരു സന്തോഷത്തിലേക്കാണ് തീർച്ചയായിട്ടും. സുപ്രീം കോടതിയെ അഭിമുഖീകരിക്കും. അവരഭിമുഖീകരിച്ചാൽ ഞങ്ങൾ അതിനെ ഫേസ് ചെയ്യുമല്ലോ. പേടിയില്ല, ആശങ്കപ്പെടേണ്ട കാര്യം. ഞങ്ങൾ ആശങ്കപ്പെടേണ്ട ഒരു കാര്യമില്ല. ഞങ്ങൾ തെറ്റ് ചെയ്തിട്ടില്ലല്ലോ. കോടതി ഇപ്പോൾ ഏതായാലും കേരളത്തിലെ പരമോന്നത കോടതി സത്യം കണ്ടെത്തി കഴിഞ്ഞല്ലോ. ഇനിയും സുപ്രീം കോടതി പോണ സമയത്ത് അപ്പം നോക്കാം. മുൻ മേയർ ടോണി ചെമണി കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട്. എങ്ങനെയുണ്ട്? സത്യം വിജയിക്കുമെന്നുള്ള തെളിവാണ് ഈ വിധി. സത്യം എത്ര മൂടി വെച്ചാൽ അത് വിജയിക്കുക തന്നെ ചെയ്യും. അതാണ് ഞങ്ങൾ ഈ വിധിയിലൂടെ കാണുന്നത്. തീർച്ചയായും ആ ഒരു ആവേശവും സന്തോഷവും ഒക്കെ തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. കെ ബാബുവിന് പ്രവർത്തകർ അവർ മധുരം നൽകുകയാണ്. എം സ്വരാജ് സുപ്രീം കോടതിയെ സമീപിക്കുമെങ്കിൽ സ്വാഭാവികമായും അവിടെ വെച്ച് അത് നേരിടാമെന്നാണ് അദ്ദേഹം നൽകുന്ന പ്രതികരണം. ശരി, വിനീത VG ആണ് വിശദാംശങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. UDF ക്യാമ്പിൽ വലിയ ആശ്വാസം, വലിയ ആഘോഷങ്ങൾ അവിടെ ഉണ്ട് എന്ന് ദൃശ്യങ്ങൾ തന്നെ വ്യക്തമാക്കുന്നുണ്ട്. ശ്രീകാന്ത് തുടരുന്നുണ്ട് ഹൈക്കോടതിയിലെ വിധിയുടെ വിശദാംശങ്ങളുമായി. ശ്രീകാന്ത്, വിധി കൃത്യമായി അതിൻ്റെ വിശദാംശങ്ങൾ എന്താണ് എന്നറിയണം. എന്തൊക്കെ നിരീക്ഷണങ്ങൾ കോടതിയിൽ നടത്തി, എന്തുകൊണ്ട് ഈ എം സ്വരാജിൻ്റെ പരാതിയിൽ അതിൽ നേരത്തെ കോടതിയിൽ നൽകിയിരിക്കുന്ന തെളിവുകൾ അതെന്തുകൊണ്ട് മുഖവിലക്കെടുത്തില്ല, എന്തുകൊണ്ട് തള്ളിയ പരാതി എന്നൊക്കെ മനസ്സിലാക്കേണ്ടതുണ്ട്. പക്ഷെ ഇപ്പോൾ വ്യക്തമാകുന്ന ഒരു കാര്യം, ഈ കേസ് ഇവിടെ അവസാനിക്കാൻ പോകുന്നില്ല എന്നാണ് നമുക്ക് ലഭിക്കുന്ന ചില സൂചനകൾ. കാരണം എന്തായാലും അത് വക്കീലുമായി ഇരുന്ന് ആലോചിച്ച് മുന്നോട്ട് പോകും, നിയമ നടപടിയുമായി മുന്നോട്ട് പോകുമെന്ന് സ്വരാജ് ഇതിനോടകം വ്യക്തമാക്കി കഴിഞ്ഞു. ഇപ്പോൾ കെ ബാബു പ്രതികരിച്ചത് അങ്ങനെയെങ്കിൽ അത് ഫേസ് ചെയ്യാൻ, അത് അഭിമുഖീകരിക്കാൻ തങ്ങളും തയ്യാറാണ്, അതിൽ വലിയ ആത്മവിശ്വാസമുണ്ട്, തെറ്റ് ചെയ്തിട്ടില്ല എന്ന് ഉറപ്പാണ് എന്ന് കെ ബാബുവും പറയുന്നുവെങ്കിൽ ഈ കേസ് ഇവിടെ തീരുന്നില്ല, അപ്പീൽ കോടതിയിലേക്ക് ഉടൻ തന്നെ നീങ്ങുമെന്ന് സ്വരാജ് ഏതാണ്ട് വ്യക്തമാക്കിയിട്ടുമുണ്ടല്ലോ. പ്രജിനി, ഈ കേസുമായി ബന്ധപ്പെട്ട് ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനുള്ളത് സാക്ഷിമൊഴികൾ ഏറെക്കുറെ കെ ബാബുവിന് അനുകൂലമായിരുന്നു എന്നുള്ളതാണ്.
ഈ വോട്ടർ സ്ലിപ്പ് വിതരണം ചെയ്ത അയ്യപ്പന്റെ ചിത്രം ഉപയോഗിച്ചുള്ള വോട്ടർ സ്ലിപ്പ് വിതരണം ചെയ്ത ആളുകളുടെ എല്ലാം മൊഴി ഹൈക്കോടതി രേഖപ്പെടുത്തിയിരുന്നു. ആ മൊഴി രേഖപ്പെടുത്തിയ ഘട്ടത്തിലൊക്കെ തന്നെ കെ ബാബുവിന് അനുകൂലമായിരുന്നു മൊഴി എന്നുള്ളത് പ്രത്യേകം എടുത്തു പറയേണ്ടതാണ്. സാക്ഷിമൊഴികൾ കെ ബാബുവിന് എതിരാക്കാൻ ഇടതുപക്ഷത്തിന് സാധിച്ചില്ല, അത് എം സ്വരാജിന് സാധിച്ചില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു. ശ്രീകാന്ത് തുടരുക. ഇപ്പോൾ കോൺഗ്രസ് നേതാവ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എം എൽ എ ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, ആശ്വാസ വിധിയാണ് കെ ബാബുവിന് ഹൈക്കോടതിയിൽ ഉണ്ടായ തൃപ്പൂണിത്തുറ തെരഞ്ഞെടുപ്പ് കേസിൽ. അത് UDF ക്യാമ്പിനാകെ ഈ ഘട്ടത്തിൽ, അത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ നൽകുന്ന ആത്മവിശ്വാസം അത് ചെറുതല്ല. എങ്ങനെ പ്രതികരിക്കുന്നു ഘട്ടത്തിൽ? അവരൊരു തെറ്റായ സമീപനത്തെ നമ്മൾ ഹൈക്കോടതിയുടെ സഹായത്തോടു കൂടി മറികടന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. തൃപ്പൂണിത്തുറ തെരഞ്ഞെടുപ്പിന്റെ എല്ലാ വശങ്ങളും ഈ നാട്ടുകാർക്ക് എല്ലാവർക്കും അറിയാം. ശ്രീ കെ ബാബു നന്നായിട്ട് കഷ്ടപ്പെട്ട് നല്ല രൂപത്തിൽ പെർഫോം ചെയ്ത് നല്ല MLA ആയി അവിടെ നിന്ന് തെരഞ്ഞെടുപ്പിൽ കണ്ടസ്റ്റ് ചെയ്തു. അദ്ദേഹം ഏതാണ്ട് 996 വോട്ടിൽ ജയിക്കുകയും ചെയ്തു. അതിനുശേഷം അദ്ദേഹത്തെ രണ്ടാമത്തെ പിടിയിൽപ്പെടുത്തു. ടെലിഫോൺ ലൈനിൽ ചെറിയ വ്യക്തത കുറവുണ്ടായിരുന്നു. തിരുവഞ്ചൂർ രാധാകൃഷ്ണനാണ് പ്രതികരിച്ചത്. വലിയ ആശ്വാസം നൽകുന്ന വിധി എന്ന് അദ്ദേഹം പറയുകയായിരുന്നു. എന്തായാലും ശ്രീകാന്ത് തുടരുന്നു. ശ്രീകാന്ത് നേരത്തെ പറഞ്ഞു നിർത്തിയത് ഈ കേസുമായി ബന്ധപ്പെട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതിൽ ഈ നിയമപോരാട്ടം തുടരുമെന്ന് പറയുമ്പോൾ ഈ കേസ് ഇനിയിപ്പോൾ മേൽക്കോടതിയിലേക്ക് പോകും, അത് ഏറെക്കുറെ ഉറപ്പാണ്. ഈ കേസിൽ സ്വരാജാണ് ജയിച്ചതെങ്കിൽ പോലും അപ്പീൽ പോകും എന്നുള്ള കാര്യം ഉറപ്പാണ്. കെ ബാബു ആയിരിക്കും അത് അപ്പീൽ പോകാൻ സാധ്യതയുണ്ടായിരുന്നത്. നേരെ മറിച്ചപ്പോൾ കെ ബാബുവിന് അനുകൂലമായി വിധി വന്ന പശ്ചാത്തലത്തിൽ സ്വാഭാവിക നടപടിയാണ് എം സ്വരാജ് അപ്പീൽ പോകുന്നതിന്. അദ്ദേഹം മേൽക്കോടതിയെ സമീപിക്കാനുള്ള എല്ലാ സാധ്യതകളുമുണ്ട്. അദ്ദേഹം പാർട്ടിയുമായി ആലോചിക്കും, അഭിഭാഷകനുമായി ചർച്ച നടത്തും, ശേഷം മേൽക്കോടതിയെ സമീപിക്കും എന്നാണ് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ഭാഗത്തും ചില പോയിന്റുകളുണ്ട്. അതായത് ആ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് തെരഞ്ഞെടുപ്പ് കമ്മീഷന് മുൻപാകെ ഈ പരാതി നൽകിയിരുന്നു. പരാതിയുടെ അടിസ്ഥാനത്തിൽ അടിയന്തര നടപടി തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നതാണ്. അന്നേ നടപടി എടുത്തെങ്കിൽ എന്തുകൊണ്ട് ഇപ്പോൾ കോടതിക്ക് ഈ നടപടി എടുക്കാൻ സാധിക്കുന്നില്ല? അതാണ് എം സ്വരാജിന്റെ ചോദ്യം. ആ ചോദ്യം ഇപ്പോഴും താൻ ഉയർത്തുന്നു എന്നാണ് എം സ്വരാജ് വ്യക്തമാക്കുന്നത്. പക്ഷേ കെ ബാബു പറയുന്ന ഒരു കാര്യമുണ്ട്, ഈ ജനാധിപത്യ വിധി നിങ്ങൾ അംഗീകരിക്കാൻ തയ്യാറായില്ല, ഈ നീതിന്യായ വ്യവസ്ഥയുടെ ഉത്തരവെങ്കിലും അതെങ്കിലും നിങ്ങൾ അംഗീകരിക്കാൻ തയ്യാറാകണമെന്ന് കെ ബാബുവും പറയുന്നു. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, മേൽക്കോടതിയിലേക്ക് കേസ് പോകുന്നു, മേൽക്കോടതിയിൽ വീണ്ടും ഒരു നിയമയുദ്ധത്തിന് കളമൊരുങ്ങുന്നു. അതാണ് മനസ്സിലാക്കേണ്ടത്. നമുക്ക് കിട്ടിയ ഒരു വിവരം കൂടി പറയാം. അതായത് സാക്ഷിമൊഴികൾ കെ ബാബുവിന് ഏറെ അനുകൂലമായിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വോട്ടർ സ്ലിപ്പ് വിതരണം ചെയ്ത ആളുകളെ അടക്കം കോടതിയിൽ മൊഴിയെടുത്ത ഘട്ടത്തിൽ അത് കെ ബാബുവിന് അനുകൂലമായി വന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. അതൊരു പക്ഷേ ഈ വിധിയെ സ്വാധീനിച്ചിട്ടുണ്ടാകണം. കോടതി ഉത്തരവിന്റെ പകർപ്പ് അല്പസമയത്തിനകം വരും. ആ ഘട്ടത്തിൽ അതിന്റെ വിശദാംശങ്ങളും നമുക്ക് നൽകാൻ സാധിക്കും. ശ്രീകാന്ത്, ഇങ്ങനെ മതചിഹ്നം ഉപയോഗിച്ച് വോട്ട് തേടി അല്ലെങ്കിൽ സ്ലിപ്പുകൾ വിതരണം ചെയ്തു, അതിൽ അയ്യപ്പന്റെ പേരുണ്ടായിരുന്നു, അയ്യപ്പനൊരു വോട്ട് എന്ന ആഹ്വാനം ഉണ്ടായിരുന്നു, അതിൽ കെ ബാബുവിന്റെ പേരും ആ പാർട്ടിയുടെ ചിഹ്നവും ഉണ്ടായിരുന്നു. ഇതൊക്കെയാണ് പരാതിയായി ഉന്നയിക്കപ്പെട്ടത്. പക്ഷേ അത് തെളിവുകൾ സഹിതം നൽകി എന്നുമാണ് ഇപ്പോൾ പരാതിക്കാർ നേരത്തെ തന്നെ പറഞ്ഞ കാര്യങ്ങളും. അത് ഈ അന്വേഷണത്തിന്റെ ഏതെങ്കിലും ഘട്ടത്തിൽ വ്യക്തമായതുമായിരിക്കില്ലേ? പിന്നെ എന്തുകൊണ്ട് ഇങ്ങനെയൊരു വിധി കോടതിയിൽ നിന്ന് വന്നു, അതൊന്നും മുഖവിലേക്ക് എടുക്കാതെ എന്തുകൊണ്ട് വിധി വന്നു എന്നത് ഉദ്ധരിച്ചാകണം എം സ്വരാജ് ഒരു വിചിത്ര വിധി എന്ന് തന്നെ പറഞ്ഞത്. അപ്പോൾ അതേക്കുറിച്ച് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ? അതായത് ഈ സ്ലിപ്പുകൾ ഇങ്ങനെ വിതരണം ചെയ്തു എന്നും അത്തരം ചുവരെഴുത്തുകൾ ഉണ്ടായി എന്നുള്ളതും ഒരു വസ്തുതയാണല്ലോ. പ്രജനി, കോടതി കാര്യങ്ങൾ തീരുമാനിക്കുന്നതും കോടതി ഏതെങ്കിലും ഒരു കേസിൽ ഉത്തരവിടുന്നതും തങ്ങൾക്ക് മുന്നിലെത്തുന്ന തെളിവുകൾ, സാക്ഷിമൊഴികൾ, രേഖകൾ അവയെല്ലാം പരിശോധിച്ച് മെറിറ്റിന്റെ അടിസ്ഥാനത്തിലാണ് സ്വാഭാവികമായും കോടതി ഇത്തരം കാര്യങ്ങളിൽ ഉത്തരവിടാറുള്ളത്. അത് ഈ കോടതി ആ തരത്തിൽ തന്നെയാണ് ഈ കേസും പരിഗണിച്ചതെന്നാണ് മനസ്സിലാക്കേണ്ടതും. എം സ്വരാജിന് അദ്ദേഹത്തിന്റെ അഭിഭാഷകന് തെരഞ്ഞെടുപ്പ് കമ്മീഷന് മുൻപാകെ പറഞ്ഞ അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ ബോധ്യപ്പെടുത്തിയ കാര്യങ്ങൾ ഹൈക്കോടതി മുൻപാകെ ബോധ്യപ്പെടുത്താൻ സാധിച്ചില്ല എന്ന് വേണം മനസ്സിലാക്കേണ്ടത്. സ്വാഭാവികമായും അദ്ദേഹത്തിന് അപ്പീൽ പോവുക എന്ന പോംവഴി മാത്രമാണ് ഇനി മുന്നിൽ ഉള്ളത്. ആദ്യഘട്ടം മുതൽ കെ ബാബു ആരോപിക്കുന്ന ഒരു കാര്യമുണ്ട്, ഈ തെളിവുകളെല്ലാം തന്നെ വ്യാജമായി നിർമ്മിച്ചതാണ്. താൻ ഒരു തരത്തിലും ഇത്തരം ചുവരുകൾ എഴുതിയിട്ടില്ല, സ്ലിപ്പുകൾ വിതരണം ചെയ്തിട്ടില്ല, നോട്ടീസുകൾ വിതരണം ചെയ്തിട്ടില്ല. ഇതെല്ലാം തന്നെ
ഇടത് മുന്നണി മനഃപൂർവ്വം ഉണ്ടാക്കിയതാണ് എന്ന് കെ ബാബുവും ആ ഘട്ടം മുതൽ പറയുന്നു. അതിലൂന്നിയായിരുന്നു അദ്ദേഹത്തിന്റെ വാദം. അവിടെ ഹാജരായ സാക്ഷികൾ എല്ലാവരും തന്നെ ഈ കെ ബാബുവിന് ഏറെക്കുറെ അനുകൂലമായുള്ള മൊഴിയാണ് നൽകിയതും. ഈ പശ്ചാത്തലത്തിലാണ് കെ ബാബുവിന് അനുകൂലമായി വിധി വന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. ഇനി ഏതെങ്കിലും തരത്തിൽ സംശയത്തിൻ്റെയൊക്കെ ആനുകൂല്യം കോടതിയിൽ നിന്നും കെ ബാബുവിന് ഈ കേസിൽ കിട്ടിയിട്ടുണ്ടോ എന്നൊക്കെ അറിയണമെങ്കിൽ ആ ഉത്തരവിൻ്റെ പകർപ്പ് കൂടി കിട്ടേണ്ടതുണ്ട്. ഉത്തരവിൻ്റെ പകർപ്പ് വരുമ്പോൾ മാത്രമേ അക്കാര്യത്തിലൊരു വ്യക്തത കൈവരികയുള്ളൂ. തൽക്കാലം ഒരു കാര്യം ഉറപ്പിക്കാം, കെ ബാബുവിന് അനുകൂലമായി കോടതി ചിന്തിക്കാൻ തക്ക തെളിവുകൾ, സാക്ഷിമൊഴികൾ, രേഖകൾ കോടതിയിൽ എത്തിയിട്ടുണ്ടാകണം. അല്ലെങ്കിൽ ഇത്തരമൊരു വിധി കോടതിയിൽ നിന്നും കെ ബാബുവിന് അനുകൂലമായി ഉണ്ടാകില്ല. തൽക്കാലം കെ ബാബുവിന് ആശ്വാസം, എം സ്വരാജിന് നിയമയുദ്ധത്തിന് വീണ്ടും കളത്തിലിറങ്ങാം.